ഈ സത്യനന്ദിക്കാട് സിനിമകള് ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. സംഭവം അതൊക്കെ തന്നെയാണ്. പണ്ട് നാട്ടുപുറത്ത് കൃഷിയൊക്കെ ചെയ്യുന്ന നായകനാണെന്നുണ്ടെങ്കിൽ ഇത്തവണ പുള്ളി ഒരു ക്ലൗഡ് കിച്ചൺ ആണ് നടത്തുന്നത്. പിന്നെ തമിഴ്നാട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്ന ബസ് ഇപ്പോൾ പൂനെയിലേക്കാണ് പോയിരിക്കുന്നത്. നെടുമുടി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് പോലത്തെ റോളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ സിദ്ദിഖാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ടിപ്പിക്കൽ ഫീൽ ഗുഡ് സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഈ ഹൃദയപൂർവ്വം എന്നുള്ള ലാലേട്ടൻ ചിത്രം. ഇതൊരു അൾട്ടിമേറ്റ് ലാലേട്ടൻ ഷോയാണ്. കാരണം ലാലേട്ടൻ എന്നുള്ള വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്തുനിന്ന് കുറെ കാലത്തിന് ശേഷം ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇതിനകത്ത് സംഗീത് പ്രതാപായിട്ടാണ് ലാലേട്ടന്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ നമുക്കറിയാം പുള്ളിക്കാരന് ഏത് ആക്ടർ ആണെങ്കിലും നല്ല കിഡിലനായിട്ട് കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആക്ടറാണ് ലാലേട്ടൻ. അപ്പോൾ ഇതിനകത്ത് സംഗീതമായിട്ട് ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ വളരെ ഹിലേരിയസ് ആയിട്ടുള്ള ഇവരുടെ കെമിസ്ട്രി അടിപൊളിയാണ്. ഇവരുടെ കെമിസ്ട്രി അടിപൊളിയായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീൻസ് ഇങ്ങനെ കണ്ടിരിക്കാൻ രസമാണ്. കൂടുതലും കണ്ട കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു കെമിസ്ട്രിയുടെ വൈബ് ഉണ്ടല്ലോ, ആ വൈബ് കൊണ്ട് തന്നെ നമുക്ക് ഈ പടം നല്ല രസമാണ്. ഫസ്റ്റ് ഹാഫ് മുഴുവൻ അതുകൊണ്ട് തന്നെ സമയം പോകുന്ന പോലെ അറിയില്ല. ഈ പടത്തിന്റെ ഒരു കോർ പ്ലോട്ട് സംഭവങ്ങളെല്ലാം റിവീൽ ആവുന്നത് തന്നെ ഇന്റർവെല്ലാണ്. അപ്പൊ ഇന്റർവെല്ലിന് ശേഷം ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ അതായത് കുറച്ച് സ്ട്രെച്ച് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ഇമോഷണൽ മൊമെന്റ്. ആ ഇമോഷണൽ മൊമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സ് ആണ്, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ആ ഇമോഷണൽ മൊമെന്റിന് മുമ്പായിട്ട് കുറെ സീനുകളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇത്തിരി ലാഗല്ല, അതിങ്ങനെ മുഴച്ചു വെക്കുന്ന ഒരു ഫീലാണ് സത്യത്തിൽ ഈ പടത്തിലുള്ളത്. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ സംഗീതമായിട്ട് നല്ല കെമിസ്ട്രിയാണ്, നല്ല രസമാണ് അവർ കണ്ടിരിക്കുക. അവരുടെ ആ ഒരു കോമ്പിനേഷൻ സീനുകൾ മാത്രമായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല നല്ല വൈബുള്ള കുറെ സീനുകളുണ്ട്. പിന്നെ മാളവിക കൊള്ളാം, സംഗീത കൊള്ളാം. സിദ്ദിഖിന്റെ ട്രാക്കും സിദ്ദിഖിന്റെ പെർഫോമൻസ് ഒന്നും അങ്ങനെ വലിയ ഇംപ്രസും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാലു അലക്സ് ഉണ്ട്, ഭയങ്കര ഹിലേരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ലാസ്റ്റ് ഒരു സാധാരണ ഒരു സെപ്പറേറ്റ് ട്രാക്ക് ഒക്കെ വന്നിട്ട് ലാസ്റ്റ് ഒരു റിവീൽ എന്നൊക്കെ പറയൂലേ, അതുപോലെ കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ ഉണ്ട്, രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് സമയം പോകുന്നത് തന്നെ അറിയില്ല. സെക്കൻഡ് ഹാഫിലാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം കുറച്ച് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട്, അതായത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നല്ല, ഇൻ ദ സെൻസ് കുറച്ച് ആ ഒരു സിനിമയായിട്ട് ഇങ്ങനെ മുഴച്ചിരിക്കുന്ന രീതിയിലുള്ള കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒരു ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രഡിക്റ്റബിൾ ആ ഒരു ഫ്ലോയിലും കാര്യങ്ങളിലൊക്കെ പോകുന്നതാണ്. സോ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കാതെ 2-2.5 മണിക്കൂർ, ഒരു 2 മണിക്കൂറിലൊക്കെ ആയിട്ട് ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പായിട്ടൊക്കെ പോയാനെ. സോ സ്റ്റിൽ ഇറ്റ്സ് എ ഡീസന്റ് ഫിലിം, വെരി ഡീസന്റ് ഫിലിം. ലാലേട്ടന്റെ ഷോയാണ്. കാരണം പുള്ളി ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത്, പുള്ളി ഇമോഷൻ കൈകാര്യം ചെയ്യുന്നത്, പിന്നെ പുള്ളി ഒരു ആക്ഷൻ സ്റ്റാറും കൂടിയാണല്ലോ. പുള്ളി സ്റ്റണ്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഈ പടത്തിലൊരു കിഡിലൻ സ്റ്റണ്ട് സീൻ ഉണ്ട്. അതായത് നമുക്ക് അടി പൊട്ടണമെന്ന് തോന്നുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് രസമാണ്. ആ സമയത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാധാരണ രീതിയിൽ വരുന്ന ഒരു ആക്ഷൻ ഓറിയന്റഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും അല്ല, ഈ സിനിമയുടെ മൂഡിന് പറ്റിയുള്ള ആ സ്റ്റണ്ട് ഈ പടത്തിന്റെ ഹൈലൈറ്റ് ആണ് വരുന്നത്. ആക്ച്വലി സ്റ്റണ്ട് ഉണ്ടെന്ന് പറയുന്നതൊക്കെ സ്പോയിലറാണ്. പക്ഷെ ഓൾറെഡി സത്യനന്ദിക്കാടിന്റെ മോൻ തന്നെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഓണത്തിന് ലോക നല്ല സിനിമയാണ്, ഹൃദയപൂർവ്വം നല്ല സിനിമയാണ്. അങ്ങനെ എല്ലാ സിനിമകളും, നാളെ 2 സിനിമകൾ റിലീസ് ഉണ്ട്, അതും നല്ല സിനിമകളാവട്ടെ. അപ്പോൾ സോ ഫാർ സോ ഗുഡ്, 2 പടങ്ങളും നല്ല പടമായിരുന്നു.